ആനവണ്ടി എന്ന ഓമനപ്പേരുള്ള KSRTC ബസ്സിൽ പൊന്മുടിയിലേക്ക് യാത്ര പോയതിൻ്റെ ഒരു അനുഭവമാണ് ഈ വീഡിയോയിലുള്ളത്. രാവിലെ 8 മണിക്ക് തമ്പാനൂരിൽ നിന്നും പുറപ്പെട്ട KSRTCയുടെ ഓർഡിനറി ബസ്സിലാണ് നമ്മൾ പൊന്മുടിയിലേക്ക് പോയത്. 1.25 മണിക്കൂർ കൊണ്ട് എത്തേണ്ട പൊന്മുടിയിൽ 3.5 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ട്രിപ്പ് പോകുന്ന ബസ്സിലേക്ക് സാധാ പാസഞ്ചേഴ്സിനെ കയറ്റുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ടൈം പോകുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അതിനൊരു പരിഹാരം കാണണമെന്ന് ഒരു അപേക്ഷയുണ്ട്. പോകുന്ന വഴിക്ക് ചെറിയ കോടയും മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരുപാട് താമസിച്ചാണ് പൊന്മുടിയിൽ നമ്മൾ എത്തിച്ചേർന്നത്. പോകുന്ന വഴിക്ക് ഇരുവശവും തേയിലത്തോട്ടങ്ങളും ചെറുതും വലുതുമായ മലകളും കുന്നുകളും മരങ്ങളും കണ്ട് പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തു കൂടിയാണ് നമ്മൾ യാത്ര പോകുന്നത്. ആദ്യമായി കാണുന്നവർക്കും പലതവണ കണ്ട് എത്തുന്നവർക്കും പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും പൊന്മുടിയിൽ എത്തിച്ചേരുമ്പോൾ. ഓരോ തവണ കാണുന്നതോറും ഓരോ ഭംഗിയാണ്. കോടമഞ്ഞുള്ളപ്പോൾ അതിൻ്റെ ഭംഗി, മഴയുള്ളപ്പോൾ അതിൻ്റെ ഭംഗി, വെയിലാണെങ്കിൽ പോലും നല്ല ചെറിയ തണുപ്പോടുകൂടി നമ്മൾ അപ്പർ പൊന്മുടിയിൽ എത്തുമ്പോൾ ചെറിയ തണുപ്പ് കാണും. അവിടെ നിൽക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ ആ കുളിർമയെന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എനർജി കൂടിയാണ് തരുന്നത്. ചെറിയ കോടമഞ്ഞുണ്ടെങ്കിലും നല്ല വ്യൂ കിട്ടുന്നുണ്ടായിരുന്നു. കുന്നുകളും മലകളും എല്ലാം കണ്ടു. ചെറിയ അരുവികളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും കണ്ടു. അവിടുത്തെ ചെറിയ കടകൾ അപ്പർ പൊന്മുടിയുടെ താഴെ ചെറിയ കടകളും ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. തേയിലയോ ഉപ്പിലിട്ട സാധനങ്ങളോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. ബസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കടകളിലൊന്നും ഇറങ്ങാനായിട്ട് സാധിക്കുന്നതല്ല. അവരവരുടെ സ്വകാര്യ വാഹനങ്ങളിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ ഇറങ്ങി താഴെ വന്നിട്ട് ഈ കടകളിൽ നിന്നും നമുക്ക് വാങ്ങാവുന്നതാണ്. പിന്നെ മുകളിൽ അപ്പർ പൊന്മുടിയിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് ഭയങ്കര വിലയേറിയതാണെന്ന് അഭിപ്രായം വന്നതിനാൽ നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളൊന്നും വാങ്ങിയില്ല. പിന്നെ പറയാനുള്ളത് പൊന്മുടിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ ശില്പങ്ങളെക്കുറിച്ചാണ്. ശില്പങ്ങളെന്ന് പറയുന്ന ഒറിജിനൽ ആടുകളാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ആ രീതിയിലുള്ള അത്രയ്ക്കും നല്ല വർക്കാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കുക്ക് ചെയ്ത് കൊണ്ടുപോയതിനാൽ ഫുഡിൻ്റെ ലഭ്യതയെക്കുറിച്ച് നമുക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. മിക്കവാറും പോകുന്നവർ താഴെയുള്ള കല്ലാർ നിന്നോ വിതുരയിൽ നിന്നോ ഫുഡ് വാങ്ങി പൊന്മുടിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കുറച്ചു നേരം അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ചതിന് ശേഷം നമ്മൾ തിരികെ ആനവണ്ടിയിൽ തന്നെ തിരികെ വീട്ടിലേക്ക് തിരിച്ചു.